ആരതി എടുക്കൂലെന്ന് മാത്രമല്ല അവളെ ഈ വീട്ടിലേക്ക് കയറ്റാനും പറ്റൂല. അത് നീയാണോ തീരുമാനിക്കുന്നത്? നോൺസെൻസ്. ശിവാനി, ഞാൻ പറയുന്നത് നിനക്ക് അനുസരിക്കാൻ പറ്റുമോ ഇല്ലയോ? അത് പറയൂ. നിനക്കെന്നെ ധിക്കരിക്കണോ? ആ, അങ്ങനെയാണേലും ആയിക്കോ. പക്ഷെ അതിന്റെ ഭവിഷ്യത്ത് എന്തായിരിക്കും എന്ന് അറിയാലോ. അയ്യോ എന്റെ ആന്റിക്ക് ഇത് എന്താ പറ്റിയത്? ഇപ്പൊ നിധിക്ക് വേണ്ടി എന്റെ തോളിലോട്ട് കേറാൻ പോവാണോ? പിന്നല്ലാതെ നീ എന്താ കാര്യം മനസ്സിലാക്കാത്തത്? ഒന്നും കാണാതെ ഒരു കാര്യവും ചെയ്യുന്നവളല്ല ഞാനെന്ന് അറിയാവുന്നതല്ലേ. ഇതൊക്കെ എന്റെ ഒരു തന്ത്രപരമായ നീക്കമാണ്. അതായത് ഇരയെ ഓടിച്ച് നമ്മുടെ മടയിലേക്ക് എത്തിക്കാം. അപ്പൊ പിന്നെ അവരുടെ പൂർണ്ണ നിയന്ത്രണം നമ്മുടെ കയ്യിലായിരിക്കുമല്ലോ. എന്നിട്ടോ അവസരം വരുമ്പോ എന്നേക്കുമായിട്ട് അങ്ങ് അവസാനിപ്പിക്കുക. ആന്റി, സത്യം പറയാലോ, ആന്റി ഇപ്പൊ പറയുന്ന കേട്ടിട്ട് എനിക്ക് ചെറിയ പേടിയൊക്കെ തോന്നുന്നു. അവളെ ഇവിടെ കൊണ്ടുവന്നിട്ട് കൊന്നുകളയാനാണോ പ്ലാൻ? നമുക്ക് നിധിയെ എങ്ങനെയെങ്കിലൊക്കെ ഒഴിവാക്കി എടുത്താ പോരെ? കൊന്നുകളയേണ്ടൊക്കെ കാര്യമുണ്ടോ? ഞാനേ ഇവിടെ തൂക്കുകയറിന്റെ വക്കിൽ നിൽക്കുന്നു. അപ്പോഴാ ഇനി കൊല്ലുന്നത് ഇവളെ പോലൊരു പൊട്ടി. ഇനിയിപ്പൊ ആന്റിയുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ഞാനെതിരൊന്നും പറയുന്നില്ല. ആന്റി വിചാരിക്കുന്ന പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. എന്തിന് ഞാൻ കൂടെയുണ്ട്. നാളെ നിധിക്ക് ആരതി എടുത്ത് കൊടുക്കാം. വേണമെങ്കിൽ അവളുടെ കാല് കഴുകി അകത്തേക്കും കയറ്റാം. അതുപോലെ ഇത് നിധിക്കുള്ള വിജയമായിട്ട് അവള് വിചാരിക്കും. പക്ഷെ ഒരു മരണത്തിലേക്കാണ് അവള് പതുക്കെ കയറി വരുന്നതെന്ന് അവൾ അറിയുന്നില്ലല്ലോ, അല്ലേ? ആ, കറക്റ്റാ നീ പറഞ്ഞത്. ഒരു കാര്യം ചെയ്യ, നീ പോയിക്കോ, ഞാൻ കുറച്ച് കഴിഞ്ഞു വരാം. എനിക്ക് മനസ്സിലായി, എന്നെ ഒഴിവാക്കിയിട്ട് നിധിയുടെ മർഡറിനുള്ള തന്ത്രം ആലോചിക്കായിരിക്കുമല്ലേ? നടക്കട്ടെ, ഒറ്റയ്ക്ക് ആലോചിക്കുന്നത് നല്ലത്. ഞാൻ പോയി തരാം, ആന്റി ആലോചിച്ചു. ഇവക്കെന്താ ഭ്രാന്താണോ? നിധിയെ തുരത്താനായിട്ടായി ഇവളെ കൊണ്ടുവന്നത്. ഇപ്പൊ ഇവളെ കൊണ്ട് തന്നെ അവക്ക് ആരതി ഒഴിഞ്ഞ് വീട്ടിലേക്ക് കയറ്റേണ്ട അവസ്ഥയിലെത്തി. ഭ്രാന്ത് പിടിക്കുക എനിക്ക്. അവളായിട്ട് ഈ കേസ് പിൻവലിക്കുന്നു പറഞ്ഞാൽ പോലും ഞാനതിന് സമ്മതിക്കുന്നു. പ്രതീക്ഷിക്കണ്ട. നിങ്ങൾക്ക് പരമാവധി ശിക്ഷ ഞാൻ വാങ്ങിച്ചു തന്നിരിക്കും. ഇതെന്റെ തീരുമാനമാണ്. എന്റെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ നോക്കി ആ സ്ത്രീ രക്ഷപ്പെടാൻ ഞാൻ ഒരിക്കലും അനുവദിക്കത്തില്ല, കേട്ടോ? എന്റെ ഭാര്യ പ്രഗ്നന്റ് ആണോ അല്ലെന്ന് താനാണോ തീരുമാനിക്കുന്നത്? എന്താണത്? ഏട്ടനും ഏട്ടത്തെ എന്നോട് ക്ഷമിക്കണം. ഒന്ന് പോടാ അവിടുന്ന്. ഈ ചെക്കൻ്റെ ഒരു കാര്യം വലിയ ക്ഷമ പറച്ചിലുകാരൻ വന്നിരിക്കുന്നു. നിന്നെ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ? മോനെ, എന്തിനാടെ കരയുന്ന മോനെ? ഞാനേ ഏട്ടനെ ഏട്ടത്തിനെ കുറിച്ച് ആലോചിക്കരുന്നമ്മേ. അതിനിപ്പോ കരയാനും വേണ്ടിട്ട് എന്താ? നാളെ രണ്ടുപേരും തിരിച്ചു വരികയല്ലേ ഇങ്ങോട്ട്? അമ്മേ, അവരോട് ഞാൻ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടമ്മേ, എന്തൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചിട്ടുണ്ട്. എന്നിട്ടും അവർക്ക് എന്നോട് എങ്ങനെ ക്ഷമിക്കാൻ പറ്റുന്നെന്നാ? എന്നാലും ഇത്രയ്ക്ക് നന്മയുള്ള മനുഷ്യരൊക്കെ ഉണ്ടാ. ഏട്ടനെ വളർത്തുമ്പോ അമ്മ പറഞ്ഞു കൊടുത്ത നല്ല കാര്യങ്ങൾ ഒരംശം എനിക്കും കൂടെ പറഞ്ഞു തന്നിരുന്നെങ്കിൽ ആ മനുഷ്യന്റെ പാതി നന്മയെങ്കിലും എനിക്കും കൂടെ ഉണ്ടായി പോയേനെ. അമ്മ പെറ്റി വളർത്തിയ എന്നെക്കാളും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലാ അമ്മ പോറ്റി വളർത്തിയ ആ മകന്റെ മനസ്സ്. ദൈവം ആ മനുഷ്യൻ. പോയിട്ട് പൂജിക്കണം എന്നോട് ക്ഷമിച്ച ആ മനുഷ്യനോട്. മതിയുടെ മോനെ, ഇത്രയൊക്കെ ചിന്തിക്കാൻ തോന്നിയല്ലോ എന്റെ കുഞ്ഞിന്. അത് അവനെ പോലെ തന്നെ നിന്നെ ഞാൻ എന്റെ മക്കൾ ആരും മോശക്കാരാവില്ല.
ഇനിയെങ്കിലും നമുക്ക് ഒന്നായി ഒറ്റക്കെട്ടായി ജീവിക്കണമേ. മതിയാവുന്നവരെ സ്നേഹിക്കണം. പറഞ്ഞ സമയമൊക്കെ ആയല്ലോ. എന്നിട്ട് ഇവരിത് എവിടെ പോയി കിടക്കുന്നു? ഞാൻ മുറിയിലൊക്കെ ഒന്ന് നോക്കിയായിരുന്നല്ലോ. നിധിയും ഗൗതമും വന്നു കഴിഞ്ഞാലേ എനിക്ക് ആദ്യം മോളെ പൂജാമുറി കൊണ്ടുപോയി വിളക്ക് കത്തിപ്പിക്കണം. ഞാൻ അതിനു വേണ്ടി വിളക്കൊക്കെ ഒരുക്കി വെക്കായിരുന്നു. 8 മണിക്ക് എത്തുന്നല്ലേ പറഞ്ഞേ? എന്നിട്ട് എവിടെ പോയി കിടക്കുന്നു? നീ ടെൻഷനാവാതിരിക്കെ. അവര് വരുമെന്ന് പറഞ്ഞാ വരും, അതിലൊരു സംശയമില്ല. എല്ലാത്തിനും ഞാൻ നന്ദി പറയുന്നത് നിന്നോടാ വസു. ഇപ്പം ഗൗതമും നിധിയും തിരികെ ഈശ്വരമംഗലത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരി നീ മാത്രം. നീ എന്നോട് വന്ന് ക്ഷമ പറഞ്ഞു, അതിന്റെ ഒന്നും ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഗൗതമനെ നിധിയെയും തിരികെ വരാൻ സഹായിച്ചല്ലോ, അതിന് ഒരുപാട് നന്ദിയുണ്ട് വസു. താങ്ക്സ് വസു. എന്തിനാ ഏട്ടത്തി താങ്ക്സ് ഒക്കെ പറയുന്നേ? ഞാനിതെല്ലാം ചെയ്യുന്നത് ഏട്ടത്തിയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാ. അപ്പൊ അവര് തിരിച്ചു വരുന്നതിൽ നിനക്ക് സന്തോഷമില്ലേ? അയ്യോ, ഇതെന്ത് ചോദ്യം ഏട്ടത്തി? അത് പിന്നെ സന്തോഷമില്ലാതിരിക്കോ? ഞാനും വലിയ സന്തോഷത്തിലാ. ഈ വാടക വീട്ടിൽ നിന്ന് ഇറങ്ങിന്ന് വിളിച്ചു പറഞ്ഞിട്ട് കുറച്ചേരം ആയില്ലേ? ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടാ. നിനക്കാണല്ലോടെ ആവേശം മുഴുവൻ. ഒന്ന് അടങ്ങിയിരിക്കു ചേർക്ക, അവരിങ് എത്തിക്കോളും. എത്രയായി? 100. മോളെ, മോനെ, ഇങ്ങനൊരു ദിവസം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചതേ ഇല്ല. പക്ഷെ ഓരോ ദിവസം പ്രാർത്ഥിച്ചതും ഞാൻ ഇതിനു വേണ്ടിയായിരുന്നു. എന്തായാലും നിങ്ങൾ വന്നല്ലോ, സന്തോഷായി. വൈകുന്നതനുസരിച്ച് എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഏട്ടനായതുകൊണ്ട് ഏത് നിമിഷവും തീരുമാനം മാറ്റാലോ. ദേ, നിന്റെ ഏട്ടൻ കാരണോ ഇത്രയും വൈകിയത്. ഈശ്വരമംഗലത്തേക്ക് തിരികെ വരുന്നു എന്നും പറഞ്ഞ് ഇങ്ങനെയുണ്ടോ ഒരു ഒരുക്കം? വെറുതെ പറയുന്നതാടാ. ഞാൻ പെട്ടെന്ന് റെഡിയായി. ഈ പറഞ്ഞ ആളാ സമയം കളഞ്ഞത്. ബ്യൂട്ടി പാർലറിൽ പോകാൻ സമയം കിട്ടിയിരുന്നെങ്കിൽ പുള്ളിക്കാരി അതും ഒരു കൈ നോക്കിയാനെ. മതി മതി മതി, ഇനി വിശേഷങ്ങളൊക്കെ നമുക്ക് അകത്ത് കയറിയിട്ട് പറയാം. വാ മോനെ, പറഞ്ഞവേ ബാഗ് വാങ്ങിക്കടാ. വാ, രണ്ടുപേരും വലത് കാല് വെച്ച് അകത്തേക്ക് കയറിക്കോ. വാ, നിക്ക്. എന്താ വസു ഇത്? എന്താ ഇങ്ങനെ പറയുന്നത്? പിന്നല്ലാതെ എങ്ങനെ പറയണം? ഏട്ടത്തി തോന്നുന്നത് പോലെ ഓരോന്നങ്ങ് തീരുമാനിക്കുന്നു, അതങ്ങ് നടപ്പിലാക്കുന്നു. പക്ഷേ കാര്യങ്ങളൊന്നും ഇങ്ങനെയല്ല വേണ്ടത്. ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയി ഇവിടവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാന്ന് പ്രഖ്യാപിച്ച് എവിടെയോ ഒരു വീട്ടില്
അതും വാടകയ്ക്ക് താമസിച്ചിട്ട് മടങ്ങി വരുമ്പോഴേ